Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം കഴിഞ്ഞായിരുന്നില്ലേ ചാപ്റ്റർ? ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ഫങ്ഷൻസ് പറഞ്ഞില്ലേ? ഹോസ്പിറ്റൽ ഫംഗ്ഷൻ അതിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞു, ഇൻട്രാമ്യൂറലും എക്സ്ട്രാമ്യൂറലും പറഞ്ഞു, പിന്നെ അതിന്റെ അടിയിൽ തൊട്ട് പിന്നെ പറയണം. Okay. Okay, hospital functions അല്ലേ പറഞ്ഞത്? ഹോസ്പിറ്റൽ ഫംഗ്ഷനുകൾ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനും എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷനും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, അതിന്റെ പേരുകൾ ഓരോന്ന് പഠിച്ചു പോയാൽ മതി. അപ്പൊ ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് വിത്തിൻ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് അകത്ത് നടക്കുന്ന സർവീസുകൾ ഏതൊക്കെയാണ്? റീസ്റ്റോറേറ്റീവ്. റീസ്റ്റോറേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? പുനഃസ്ഥാപിക്കുക അല്ലെ? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ത് വരുന്നത്? റീസ്റ്റോറേറ്റീവില് വരുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് വരുന്നത് എന്താണ്? Diagnostics. Diagnostics, this consists of the inpatient service involving medical, surgical and other specialties and special diagnostics. Diagnosis കാര്യങ്ങൾ ഇതിന്റെ അകത്താണ് നടക്കുന്നത്? ഹോസ്പിറ്റലിന്റെ അകത്ത് നടക്കുന്ന ഒരു സർവീസസ് ആണ്. ഏതൊക്കെ തരത്തിലുള്ള ഡയഗ്നോസിസ് വരുന്നുണ്ട്? മെഡിക്കൽ, സർജിക്കൽ ആൻഡ് അതർ സ്പെഷ്യലിസ്റ്റുകൾ വരുന്നത് ഏത് വിഭാഗത്തിലാണ്? റീസ്റ്റോറേറ്റീവ് വരുന്നത്. Curative. Curative എന്ന് പറയുന്നത് എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനസ്. അതായത് എല്ലാ അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള ചികിത്സയാണ് എന്ത് പറയുന്നത്? ക്യൂറേറ്റീവ് എന്ന് പറയുന്നത്. റിഹാബിലിറ്റേറ്റീവ് എന്താണ്? പുനരധിവാസം. ഏതെല്ലാം തരത്തിലുള്ള പുനരധിവാസങ്ങളുണ്ട്? ഫിസിക്കല്, മെന്റല് ആൻഡ് സോഷ്യൽ റിഹാബിലിറ്റേഷൻ. ഭൗതികമായും മാനസികമായും സാമൂഹ്യമായിട്ടുള്ള റിഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ വരുന്നത് റിഹാബിലിറ്റേറ്റീവ് ഫംഗ്ഷനിൽ വരുന്നത് പുനരധിവാസം. ഓക്കെ, then care of emergencies, accident as well as diseases. എന്താണ്? അടിയന്തര പരിചരണവും അതുപോലെ തന്നെ അപകടങ്ങളും രോഗങ്ങളും ഒക്കെ ഏതിൽ വരുന്നവയാണ്? റീസ്റ്റോറേറ്റീവ് ഫംഗ്ഷനിൽ വരുന്നവയാണ്. ഇതിൽ ഓരോ ഫംഗ്ഷനിലും ഏതെല്ലാം വരുന്നു എന്ന രീതിയിൽ മാത്രം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ദെൻ പ്രിവെന്റീവ് ഫംഗ്ഷൻസ് എന്തൊക്കെ വരും? ഇതെല്ലാം ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന സർവീസുകളാണ്, ശ്രദ്ധിക്കുക കേട്ടോ. എക്സാമിന് ചിലപ്പോ അകത്ത് നടക്കുന്നതും പുറത്ത് നടക്കുന്നതും നമുക്ക് മിക്സ് ചെയ്ത് തരും. അപ്പൊ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് കംപ്ലീറ്റ് പഠിച്ചിടില്ല. പ്രിവെന്റീവിൽ എന്തൊക്കെയാ വരുന്നത്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. എന്താണ്? ഈ പ്രഗ്നൻസികളുടെ മേൽനോട്ടം വഹിക്കുന്നത്, അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിലേക്ക് മേൽനോട്ടം വഹിക്കുക, സൂപ്പർവൈസ് ചെയ്യുക. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളിലെ വികാസവും വളർച്ചയും പറ്റിയുള്ള കാര്യങ്ങൾ ഏത് ഫംഗ്ഷനിലാണ് വരുന്നത്? പ്രിവെന്റീവിലാണ് വരുന്നത്. ദെൻ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് പ്രോലോങ്ഡ് ഇൽനെസ്. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് ഏതാണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏതൊക്കെയാണ്? സാംക്രമിക രോഗങ്ങൾ അല്ലെ, അവയുടെ പ്രിവെൻഷൻ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? പ്രോലോങ്ഡ് ഇൽനെസ്. പ്രോലോങ്ഡ് ഇൽനെസ് എന്ന് വെച്ചാൽ എന്താണ്? ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ. ഏതൊക്കെയാണ് ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ? ഏതൊക്കെയാണ്?
അധികകാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളെ പ്രോണോമൽ ഡിസീസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കമന്റ് ചെയ്യാം കേട്ടോ. ദെൻ പ്രിവെന്റീവിൽ വരുന്നതാണ് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ളത്. ഡയബറ്റീസ് അതുപോലുള്ള നമ്മുടെ എന്താണ് ഒക്യുപ്പേഷൻ, ബി പി, ബ്ലഡ് പ്രഷർ ഒക്കെ എന്തിൽ വരുന്നതാണ്? അതിനേക്കാളും നീണ്ടു നിൽക്കുന്ന രോഗങ്ങളാണ്. ഓക്കെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ ഒക്കെ ഇതിൽ വരുന്നവയാണ്, പ്രിവെന്റീവിൽ വരുന്നവയാണ്. ദെൻ എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുത്തി വരുന്ന എഡ്യൂക്കേഷൻ മേഖല എങ്ങനെയൊക്കെയാണ്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് വരുന്നുണ്ട്, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, നേഴ്സ് ആൻഡ് മിഡ്വൈസ്. മിഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ല കേട്ടോ മിഡ്വൈസ് എന്ന് പറയുന്നത്. നമ്മള് ഇപ്പൊ ലേബർ റൂമിലൊക്കെ സിസ്റ്റേഴ്സിന്റെ കൂടെ തന്നെ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന കുറച്ച് സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അവര് സൂതകർമ്മിണികൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. മിഡ്വൈഫ്സ് എന്ന് പറഞ്ഞാല് സൂതകർമ്മിണികൾ, ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ. ഇപ്പൊ കുഞ്ഞിനെ എടുക്കുന്നതോ അതുപോലെ തന്നെ ഗർഭസമയത്തുള്ള പരിചരണങ്ങളൊക്കെ നൽകുന്ന നഴ്സിനോടൊപ്പം തന്നെ ചെയ്യുന്ന കുറച്ച് സ്ത്രീകളോട് ഉണ്ടാവും. അത് നിങ്ങളോട് കുറച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്ത്രീകളെയാണ്, കുറച്ച് അസിസ്റ്റൻസിനെയാണ് എന്ന് പറയുന്നത് മിഡ്വൈഫ്സ് എന്ന് പറയുന്നത്. ദെൻ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ ഏതിന്റെ ഭാഗമായി വരുന്നവയാണ്? ഹോസ്പിറ്റലിലത്തെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നവയാണ്. ഹോസ്പിറ്റൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് വേണ്ടത്. റിസർച്ച്, ഒരു ഹോസ്പിറ്റൽ അകത്ത് ഏതെല്ലാം രീതിയിലുള്ള റിസർച്ചുകൾ ചെയ്യാൻ സാധിക്കും? ഫിസിക്കല്, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ഭൗതികമായും മനഃശാസ്ത്രീയമായും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും പിന്നെ വിവിധ തരത്തിലുള്ള ആരോഗ്യ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള റിസർച്ചുകള് എന്താണ് ഹോസ്പിറ്റൽ അകത്ത് വരുന്ന ഒരു സർവീസിൽ പെടുന്നവയാണ്. ദെൻ ക്ലിനിക്കൽ മെഡിസിൻസിനെ കുറിച്ചും റിസർച്ച് നടത്താൻ സാധിക്കുന്നു. ദെൻ ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നിവ ഏതിന്റെ ഭാഗമായി വരുന്നവയാണ്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിലെ റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നവയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ എന്ന് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? റീസ്റ്റോറേറ്റീവ്, പ്രിവെന്റീവ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇതിൽ ഓരോന്നും വരുന്ന എന്താണെന്നുള്ളത് നമ്മൾ ബൈഹാർട്ട് പഠിക്കാം കേട്ടോ. എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ, ഇനി ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്ന സർവീസുകൾ ഏതൊക്കെയാണ്? ഔട്ട് പേഷ്യന്റ് സർവീസ്. ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒ പി പേഷ്യൻസുകൾ അല്ലെ, ഒ പി സർവീസുകളെയാണ് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ എന്ന് പറയുന്നത്. ഹോം കെയർ സർവീസസ് എന്താണ്? ഹോസ്പിറ്റലിൽ നിന്നുള്ള സൗകര്യങ്ങൾ തന്നെ നമ്മൾ എവിടെയാണ്? വീടുകളിലും ലഭ്യമാക്കുന്നത് അല്ലെ, വീടുകളിലും അതിന്റെ ലഭ്യത നൽകുന്നതാണ് ഹോം കെയർ സർവീസുകൾ എന്ന് പറയുന്നത്. ഹോം നഴ്സ് ആ കാറ്റഗറിക്ക് ഏതിലാണ് വരുന്നത്? എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസ് വരുന്നത് കേട്ടോ. അപ്പൊ അതിനൊരു ഉദാഹരണം, ഹോം കെയർ സർവീസിന് ഉദാഹരണമാണ് നമ്മുടെ ഹോം നഴ്സുകൾ എന്ന് പറയുന്നത് അല്ലേ. മൊബൈൽ ക്ലിനിക്സുകൾ, അതായത് അസുഖങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനെ കുറിച്ചിട്ട് കൂടുതൽ ചികിത്സാ രീതിയിലേക്ക് കുറിച്ചിട്ട് മൊബൈൽ ക്ലിനിക്സുകൾ ഹോസ്പിറ്റലിന് പുറത്ത് അവൈലബിൾ ആയിട്ട് നമ്മൾ കാണാം. ഏതെങ്കിലും പ്രത്യേക ആളുകളിൽ ഇപ്പൊ കൊറോണ ടൈമിലൊക്കെ എന്താണ് ഇതുപോലെ ഒരുപാട് മൊബൈൽ ക്ലിനിക്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഡേ കെയർ സെന്റേഴ്സ് ഉണ്ട്. ഡേ കെയർ സെന്റേഴ്സ് അറിയാമോ എന്താണെന്ന്? ഓക്കെ. നൈറ്റ് ഹോസ്പിറ്റലിൽ ഉദ്ദേശിക്കുന്നത് കാഷ്വാലിറ്റി തന്നെയാണ് കേട്ടോ. അതായത് രാത്രി നമുക്ക് കാഷ്വാലിറ്റിയുടെ സേവനങ്ങൾ ലഭ്യമാണല്ലോ. അപ്പൊ അതന്നെ നൈറ്റ് ഹോസ്പിറ്റൽസിൽ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ കെയർ ക്യാമ്പ്സുകളൊക്കെ എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? ഹോസ്പിറ്റലിന് പുറത്താണ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഹോസ്പിറ്റലിന് പുറത്തു വരുന്ന സൗകര്യങ്ങളാണ്, സർവീസസ്. ഇത്രയും ആ ഭാഗത്ത് നോക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ എന്താണ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്നും എന്താണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്നും അത് ഡിഫൈൻ ചെയ്ത് പഠിക്കുക. ഇതിന്റെ അകത്ത് ഏതൊക്കെയാ വരുന്നത് മാത്രം പഠിക്കുക. ഇതിന് ഒരുപാട് എന്താണ് നിങ്ങൾക്ക് അറിയാം ഒബ്ജക്റ്റീവ് ലെവലാണ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും എഴുതാനില്ല കേട്ടോ. അതെന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അങ്ങനെ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. കമന്റ് ഇട്ടേ. ഓക്കെ, അടുത്ത ചാപ്റ്റർ കുറച്ച് ഡ്രൈ ഏരിയയാണ്.
പേര് കണ്ടാൽ തന്നെ അറിയാൻ മനസ്സിലാവും അല്ലെ. എന്താണ് ചാപ്റ്റർ 14 ആണ് ഓപ്പറേഷൻ തിയേറ്റർ, OT അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ എത്ര പേര് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്ന് ചോദിക്കാൻ പാടില്ല അല്ലെ. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു പേടി സ്വപ്നം പോലത്തെ ഒരു സ്പേസ് ആണല്ലോ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഓരോരുത്തരുടെ ജീവൻ സംരക്ഷിക്കുന്നതും എവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ് അല്ലെ. ജീവൻ നഷ്ടപ്പെടുന്നതും ജീവൻ സംരക്ഷിക്കുന്നതൊക്കെ ഒരേ പ്ലേസ് തന്നെയാണ്. മാക്സിമം ട്രൈ ചെയ്തിട്ടാണ്, കിട്ടാതെ പോകുന്ന ചില കേസസിൽ മാത്രമാണ് എന്താ അടുത്ത് സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു പിക്ചർ വന്നിട്ടുണ്ടാവും അല്ലെ. അല്ലേ, വന്നില്ലേ മനസ്സിലൊരു ഇമാജിൻ വന്നില്ലേ എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന്. ഹോസ്പിറ്റൽ തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഹോസ്പിറ്റൽസിന്റെ കാര്യങ്ങളാണ് അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ചെയ്യും, അതിനെ കുറിച്ച് പേടിയായിട്ടുള്ള രീതിയാണ്. പക്ഷെ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. എന്തൊക്കെയാണ് അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, അവിടുത്തെ പോളിസീസ് എങ്ങനെയാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തെല്ലാം വർക്കുകളാണ് ഒരു നഴ്സും സ്റ്റാഫുകളും ചെയ്യുന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. An operation theatre is a place where certain intrusive surgical procedures, which means operation that involve cutting into and working inside a patient's body, take place. This may contain either minimally invasive procedures such as keyhole surgery, where cameras and laparoscope are inserted through small incisions, or open surgery where surgeons make larger cut to reach the internal organs. എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്? എന്താണ് an operation theatre is a place where certain intrusive surgical procedure അല്ലെ. ഇൻട്രൂസീവ് ആയിട്ടുള്ള സർജറിക്കൽ പ്രൊസീജിയേഴ്സ്. എന്താണ് ഇൻട്രൂസീവ് എന്ന് പറയുന്നത്? എന്താണ് രോഗിയുടെ ശരീരത്തിൽ മുറിച്ച് എന്താണ് രോഗിയുടെ ശരീരത്തിൽ മുറിച്ച് അകത്തുള്ള പ്രവർത്തനങ്ങളെ നോക്കുന്ന ഒരു ശാസ്ത്രീയമായൊരു രീതിയാണ് എന്ത് ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. രോഗിയുടെ ശരീരം കീറി മുറിച്ച് അവയുടെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ത് ഓപ്പറേഷൻ. അല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷന്റെ മലയാളം എന്താണ്? ഓപ്പറേഷന്റെ മലയാളം എന്താണ്? ശാസ്ത്രക്രിയ അല്ലെ. പ്രത്യേക രീതിയിലുള്ള ഒരു മനുഷ്യ ശരീരം കീറി മുറിച്ച് പ്രത്യേക പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകുന്ന ഒരു പ്രൊസീജിയറാണ് എന്താ ശാസ്ത്രക്രിയ തിയേറ്ററിലെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ പ്രധാനമായിട്ടും എന്താണ് രണ്ട് രീതിയിൽ നടത്തപ്പെടുന്നുണ്ട്. ഒന്ന് ഓപ്പൺ സർജറിയും അതുപോലെ തന്നെ എന്താണ് ചെറിയ പ്രൊസീജിയർ ആയിട്ടുള്ള സ്മോൾ സർജറീസും നടക്കുന്നുണ്ട്. ഓപ്പൺ സർജറി എന്താണ്? അതായത് ലാർജർ ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസിൽ ഏതെങ്കിലും ഭാഗം വലുതായി കട്ട് ചെയ്തുകൊണ്ടുള്ള സർജറീസ് ആണ് ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. കീഹോൾ സർജറിയുടെ പ്രത്യേകത എന്താണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്? അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എന്താണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്? നമ്മൾക്ക് ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് എല്ലാവർക്കും ഒരു ഭയമാണ് അല്ലെ. അതെങ്ങനെ അത് തരണം ചെയ്യുക, അതിൽ നമ്മൾ റിക്കവർ ആകുമോ, അതിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, ഇപ്പൊ ഒരുപാട് ടെൻഷൻസ് പേഷ്യൻസിന് ഉണ്ടായിരിക്കുന്നതാണ് അല്ലെ. അതാരായാലും തന്നെ ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു പേടി സ്വപ്നം തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി എന്താണ് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ശസ്ത്രക്രിയാ രീതിയാണ് എന്ത് കീഹോൾ സർജറി എന്ന് പറയുന്നത്. താക്കോൽ ദ്വാര ശാസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഈ ശാസ്ത്രക്രിയ എങ്ങനെയാണ് നടത്തപ്പെടുന്നത്? നമ്മുടെ ശരീരത്തില് ആദ്യം തന്നെ ചെറിയ ചെറിയ മുറിവുകളാക്കി മാറ്റുന്നു. അതായത് ഇൻസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിവുകളാണ് അല്ലെ. ശരീരത്തിലുണ്ടാവുന്ന മുറിവുകളെയാണ് ഇൻസിഷൻസ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ മുറിവുകളാക്കി മാറ്റിയതിനു ശേഷം ഈ മുറിവുകൾക്ക് എത്ര സെന്റിമീറ്റർ എങ്കിലും വീതി ഉണ്ടായിരിക്കും? 1 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 1.5 സെന്റിമീറ്ററോ വീതിയായിരിക്കും എന്താ ഈ മുറിവുകള് കട്ട് ചെയ്യുന്നത്. അപ്പോ ഈ ചെറിയ ചെറിയ മുറിവുകളിലൂടെ
ക്യാമറകളും അതുപോലെ തന്നെ എന്താണ് ലാപ്രോസ്കോപ്പിക്കുകൾ മറ്റ് സോഴ്സസുകളും കടത്തിവിടും. അതായത് ആദ്യം മുറിക്കുന്ന മുറിവുകളിലൂടെ എന്താണ് കടത്തിവിടുന്നത്? ക്യാമറയും മറ്റ് ലൈറ്റ് റിസോഴ്സുമാണ് ആദ്യത്തെ മുറിവുകളുടെ അകത്തേക്ക് കടത്തിവിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശരീരം പലതായി പല മുറിവുകളായിട്ട് 3 4 മുറിവുകളായിട്ട് 1 സെന്റിമീറ്റർ മുതൽ 1.5 സെന്റിമീറ്റർ വരെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ക്യാമറ സോഴ്സസും അതുപോലെ തന്നെ എന്താണ് മറ്റ് ലൈറ്റ് റിസോഴ്സ് ഒക്കെ കൂടി എന്താണ് ആ മുറിവിലൂടെ കടത്തിവിടുകയും ബാക്കിയുള്ള ചെറിയ മുറിവുകളിലൂടെ എന്താണ് ഇൻസ്ട്രുമെന്റ്സ് കീഹോൾ സർജറി ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് കടത്തിവിട്ടുകൊണ്ടാണ് കീഹോൾ സർജറി നടത്തപ്പെടുന്നത്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തില് ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയതിനു ശേഷം അതിലൂടെ ലൈറ്റ് റിസോഴ്സും ക്യാമറയും കടത്തിവിട്ടതിന് ശേഷം ഇൻസേർട്ട് ചെയ്യുന്ന ലാപ്രോസ്കോപ്പ് ഇൻസേർട്ട് ദോസ് സ്മോൾ ഇൻസിഷൻസ്, അതായത് ചെറിയ മുറിവിലൂടെ കടത്തിവിട്ടതിനു ശേഷം ചെയ്യുന്ന സർജറീസ് ആണ് എന്ത് കീഹോൾ സർജറി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ സർജറിനേക്കാളും പെയിൻ റിലീഫ് ആയിരിക്കും ഇത്തരത്തിലുള്ള കീഹോൾ സർജറി എന്ന് പറയുന്നത്. സാധാരണ തന്നെ മറ്റ് ഓപ്പറേഷൻസിൽ നിന്ന് വ്യത്യസ്തമാണുള്ളത് കീഹോൾ സർജറികൾ, അല്ലെ? അതിന്റെ പ്രത്യേകത എന്താണ്? ചെറിയ ചെറിയ മുറിവുകൾ ആയതിനാൽ തന്നെ രോഗിക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിലീഫ് ആകാനായിട്ട് സാധിക്കും. ഈ മുറിവുകള് പെട്ടെന്ന് തന്നെ ഉണങ്ങുവാനായിട്ട് സാധിക്കും. മാത്രവുമല്ല എന്താണ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പോവാനും സാധിക്കുന്നതാണ്. ദെൻ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റ് പെട്ടെന്ന് തന്നെ റിക്കവർ ആകും. പെട്ടെന്ന് തന്നെ റിക്കവർ ആയതിനു ശേഷം പേഷ്യൻസിന് എഴുന്നേറ്റിരിക്കാനും നടക്കുവാനൊക്കെ സാധിക്കുമെന്നതാണ് ഈ സർജറിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇത് ചെറിയ മുറിവുകളാൽ നടത്തുന്ന സർജറി ആയതിനാൽ തന്നെ എന്താണ് അധികം ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഒരു പക്ഷേ എന്താണ് ഇത് എല്ലാവരെയും ഒരുപോലെ തന്നെ ഈ സർജറി വിജയകരമായി നടത്തണമെന്നില്ല. കാരണം എന്താണ്? എല്ലാവർക്കും ഒരേ ശരീരപ്രകൃതികളല്ല, അല്ലെ? എല്ലാവർക്കും അവരുടെ ശരീരം വ്യത്യസ്ത രീതിയിലാണ് ഓരോ അസുഖങ്ങളും കാണിക്കുന്നത്, അല്ലെ? അപ്പോൾ തന്നെ എന്താണ് ഓരോരോ ശരീരവും വ്യത്യാസമായിരിക്കും. ഇപ്പോ ഡയബറ്റിക്സ് അതായത് ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് ആ മുറിവ് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കുറുക്കില്ല, അല്ലെ? മുറിവ് ചിലപ്പോൾ ഉണങ്ങാനായിട്ട് സമയമെടുക്കും. ചിലർക്ക് അത് ഇൻഫെക്ഷൻ ആയി പഴുക്കുകയോ അങ്ങനെയൊക്കെ വരാനും ചാൻസസ് ഉണ്ട്. അത് ഓരോ രോഗികളുടെ ബോഡി കണ്ടീഷൻസും അവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെടുത്തിയാണ് അത്തരത്തിൽ മുറിവുകൾ പഴുക്കുന്നതും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ കീഹോൾ സർജറിയില് എന്താണ് ഈ ശ്വാസം മുട്ടുള്ളവർക്കൊക്കെ എന്താണ് ശ്വാസമുട്ടുള്ള രോഗികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള സർജറിയാണ് കേട്ടോ. ചിലവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവരുടെ ശരീരം അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതല്ല. അപ്പോൾ ശ്വാസം മുട്ടുള്ള ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് ഇത് ഈ പ്രൊസീജിയർ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്നാണ് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിരുന്നത്. അതാണ് പറഞ്ഞത് എല്ലാ രോഗികൾക്കും ഒരുപോലെ ഇത് ഫലപ്രദമാകണമെന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ കീഹോൾ സർജറിന് 2 ടൈപ്സിലാണ് കീഹോൾ സർജറി ഉള്ളത്. ഒന്ന് ബേസിക് ലാപ്രോസ്കോപ്പി സർജറിയും രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറിയും. ഏതൊക്കെ ടൈപ്പാണ്? ഒന്നാമത്തേത് ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറിയും രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറി. നിങ്ങളിത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കീഹോളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്? അതായത് നമ്മൾക്ക് അപ്പൻഡിക്സ് അതുപോലെ തന്നെ പിത്തസഞ്ചി ഹെർണിയ എന്നിവയിൽ നടത്തുന്ന ശസ്ത്രക്രിയകളാണെങ്കിൽ വരുന്നത് ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറീസിൽ വരുന്നത്. ബേസിക് ആയിട്ടുള്ള ശസ്ത്രക്രിയകൾ അപ്പൻഡിക്സ് പിത്തസഞ്ചി അതുപോലെ ഹെർണിയ എന്നിവയിലൊക്കെയാണ് എന്ത് വരുന്നത് ബേസിക് ആയിട്ടുള്ള ലാപ്രോസ്കോപ്പി സർജറീസ് വരുന്നത്. ഇനി അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പി സർജറിയിൽ എന്തെല്ലാം വരുന്നുണ്ട്? ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സർജറിയാണ്, അല്ലെ? എന്തുകൊണ്ടായിരിക്കാം? അതായത് വലിയൊരു ഏരിയ കവർ ചെയ്തുകൊണ്ടായിരിക്കാം ഈ സർജറി നടത്തപ്പെടുന്നത്.
അതായത് വയറിനുള്ളിലെ ക്യാൻസറുകൾ, അതുപോലെ തന്നെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലൊക്കെയാണ് എന്ത് വരുന്നത്, അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പി സർജറികൾ നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ടൈപ്സ് പറഞ്ഞു, ഇതെങ്ങനെയാണ് ഇത് നടത്തപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇത് സേഫ് ആണോ, ഈ കീഹോൾ സർജറി എന്ന് പറയുന്നത് സേഫ് ആണോ, നമ്മൾ അതിനെ കുറിച്ച് ഇതിലുണ്ടോ? കീഹോൾ സർജറി എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ട് പ്രൊസീജിയർ ആണോ? ഇപ്പൊ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏതൊരു ചികിത്സയ്ക്കും അതിനൊരു സ്റ്റാൻഡേർഡ് വരുന്നത് വരെ എന്താണ്, അതിനൊരു പ്രകൃതി ഉണ്ടായിരിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏതൊരു ചികിത്സയും അതിനൊരു സ്റ്റാൻഡേർഡ് വരുന്നത് വരെ അത് എങ്ങനെയാണ്, ട്രയൽസിലൂടെ, ഏതൊരു ചികിത്സാ രീതി ട്രയൽസിലൂടെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്തു പോകും. എങ്കിൽ മാത്രം ട്രയൽ ചെയ്ത് പരീക്ഷിച്ച് മാത്രമാണ് ആ ചികിത്സാ രീതികളിൽ അല്ലെങ്കിൽ സർജറി ഭാഗമായാലും എന്താണ് അതിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുകയുള്ളൂ. ട്രയൽ ചെയ്യുന്നത് വരെ മാത്രവുമല്ല, എക്സ്പേർട്ട് ആയിട്ടുള്ള സർജൻസ്, ഡോക്ടർമാര്, എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ കഴിവ് മൂലമാണ് ഇത്തരത്തിലുള്ള സർജറികൾ എന്താണ് നേട്ടങ്ങൾ കൈവരിക്കുക, അല്ലെ? എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടറിന്റെ കഴിവാണ് എന്ത് ഈ സർജറി വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താണ്, അപ്പൊ ഇത് ട്രയൽ ചെയ്ത് പല പ്രാവശ്യം പരീക്ഷണ അടിസ്ഥാനത്തിൽ മാത്രമേ എന്താ ഇത്തരത്തിലുള്ളൊരു ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളും ശാസ്ത്രവിദ്യകളൊക്കെ എന്താണ് അത് സ്റ്റാൻഡേർഡ് ആക്കാനായിട്ട് സാധിക്കും. ഒറ്റയടിക്കൊന്നും ഒരു പ്രൊസീജിയേഴ്സ് നമുക്ക് എന്താണ് 100% വിജയം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഏത് തരം സർജറിക്കൽ പ്രൊസീജിയേഴ്സ് ആയാലും. ഓക്കെ, അപ്പൊ അതാണ് എന്ത് കീഹോൾ സർജറി എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണ് കീഹോൾ സർജറി എന്ന്? നമുക്കൊരു ധാരണ കിട്ടില്ല ഏകദേശം? മനസ്സിലായോ? ഇനി ഓക്കെ, മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് ഭാഗം വരുന്നത് എന്താണ്? വൺസ് മോർ ഒന്നുകൂടി കീഹോൾ സർജറി എന്താണെന്ന് പറയണോ? ഇതൊരു സ്മോൾ പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞു അല്ലെ. എന്താണ്, രോഗിയുടെ ശരീരത്തില് ചെറിയ ചെറിയ ഇൻവേഷൻസ് ഉണ്ടാക്കിയിട്ട്, അതായത് ചെറിയ ചെറിയ ഇൻസിഷൻസ് ഉണ്ടാക്കിയിട്ട്, ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ മുറിവിലൂടെ എന്താണ് ക്യാമറയും അതുപോലെ തന്നെ ലൈറ്റ് റിസോഴ്സസും കടത്തിവിടുന്നു. ആദ്യത്തെ 2 മുറിവിലൂടെ ക്യാമറയും ലൈറ്റ് റിസോഴ്സസും കടത്തിവിടുന്നു. ശേഷം എന്താണ് അടുത്ത മുറിവിലൂടെയാണ് എന്ത് കടത്തിവിടുന്നത്? ഇൻസ്ട്രുമെന്റ്സ്. ബാക്കിയുള്ള ചെറിയ 3-4 മുറിവുകളിലൂടെ ഇപ്പോൾ സർജറിക്ക് ആവശ്യമായ ഇൻസ്ട്രുമെന്റ്സ് കടത്തിവിട്ടിട്ടാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നത്. ഓക്കെ, അത്രയും വ്യക്തമായോ? അല്ലാതെ ഒറ്റൊരു ഹോളിൽ കൂടിയല്ല കേട്ടോ, 1-2-3-4 മുറിവുകൾ മുറിച്ചിട്ടാണ് എന്ത് കട്ട് ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലെ ഇൻസ്ട്രുമെന്റ്സുകൾ കടത്തി വിട്ടിട്ടാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. പിന്നെന്താണ്, ഈ പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ രോഗി റിക്കവർ ആവുന്നു. കാരണം എഴുന്നേറ്റിരിക്കാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? ചെറിയ മുറിവായതിനാൽ തന്നെ എന്താണ് ഒട്ടും തന്നെ പെയിൻ കുറവായിരിക്കും, അല്ലെ? വേദന ഉണ്ടായിരിക്കും, എന്നാൽ എന്താണ് നമ്മൾ ഓപ്പൺ സർജറിയുടെ അത്രയും ബുദ്ധിമുട്ടുകൾ എന്തിനുണ്ടായിരിക്കില്ല, ഈ കീഹോൾ സർജറീസിൽ ഉണ്ടായിരിക്കില്ല. പിന്നെ മാത്രമല്ല, ഓരോ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ അത് മുറിവുകൾക്ക് ചിലപ്പോൾ പഴുപ്പ് വരാനോ ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസസ് ഉണ്ടാകും. അങ്ങനെയുള്ള കേസസ് മാത്രമാണ് ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു 10 ദിവസമൊക്കെ മാത്രമേ ഇതിന് അഡ്മിറ്റ് ആവേണ്ട കാര്യമുണ്ടാകുന്നത്. അല്ലെങ്കിൽ വേറെ ബെറ്റർ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാവുന്ന കാര്യം മാത്രമേ എന്തിലുള്ളൂ, കീഹോൾ സർജറിയിൽ വരുന്നതുള്ളൂ. അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി പോകാനായിട്ട് സാധിക്കും. ഇനി 2 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറിയും അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറിയും. ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി ഏതിനൊക്കെയാണ് നടത്തുന്നത്? നമ്മുടെ അപ്പൻഡിക്സ്, പിത്തസഞ്ചി, ഹെർണിയ എന്നിവയിലാണ് ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറികൾ നടത്തുന്നത്. ദെൻ അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പി എവിടെയാണ്?
കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് ആണ് അല്ലെ. അതായത് നമ്മുടെ വയറ്റിലുള്ള ക്യാൻസറിലും അതിലും മറ്റു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മറ്റ് ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പി സർജറി നടത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും എല്ലാ ശരീരപ്രകൃതി ഉള്ളവർക്കും ഒരേപോലെ ഇത് പ്രയോജനപ്പെടണമെന്നില്ല. ഇപ്പൊ ശ്വാസം മുട്ടുള്ളവർക്കൊക്കെ എന്താണ് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പഠനങ്ങളിൽ തെളിയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. ഇനി ഏകദേശം 1-1.5 സെന്റിമീറ്റർ രീതിയിലുള്ള മുറിവുകളായിരിക്കും കീ ഹോൾ സർജറിക്കായിട്ട് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത്? എന്താണ് റോബോട്ട് എന്ന് പറഞ്ഞാല്? റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത് എന്താണ്? റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് നടത്തുന്ന ശസ്ത്രക്രിയകളാണ് എന്ത് റോബോട്ടിക് അസിസ്റ്റഡ് സർജറീസ് എന്ന് പറയുന്നത്. റോബോട്ടിക് സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം എന്തിലായിരിക്കും? ഇത് പൂർണ്ണമായും കമ്പ്യൂട്ടർ നിയന്ത്രിതമായിരിക്കും. എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ നിയന്ത്രിതമായിട്ടുള്ള റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സർജറി നടത്തപ്പെടുന്നത്. ഒരു ന്യൂ ട്രെൻഡ് ആണ് കേട്ടോ. ന്യൂ ട്രെൻഡ് ആണ് റോബോട്ട് അസിസ്റ്റഡ് സർജറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയും എന്താണ് സ്മോൾ ഇൻസിഷൻസ് ഉപയോഗിച്ചിട്ടാണ് ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് റോബോട്ടിക് അസിസ്റ്റഡ് സർജറി നടത്തപ്പെടുന്നത്. Then operation theatre is otherwise known as OR. എന്താണ് OR എന്ന് പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ റൂംസ് എന്ന് കേട്ടോ. അത് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനെ ഓപ്പറേഷൻ റൂംസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി അപ്പൊ നിങ്ങൾക്കൊരു സർജറിനെ കുറിച്ച് മനസ്സിലായി. ഇനി എന്താണ് ഒരു OR എൻവയോൺമെന്റ്? ഒരു ഓപ്പറേഷൻ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ മനസ്സിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുവരാൻ പറ്റും. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെല്ലാം കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ? എന്ന് പറഞ്ഞേ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ എൻവയോൺമെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും? നിങ്ങൾക്കറിയാവുന്ന ഒന്ന് മെസ്സേജ് ചെയ്തേ. മാസ്ക് ഉണ്ടായിരിക്കും. പാരഗ്രാഫിൽ നോക്കണ്ട, നിങ്ങൾക്കറിയാവുന്നതിൽ പറയും. നമ്മുടെ പാരഗ്രാഫിൽ നോക്കണ്ട. ഓക്കെ, മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, എൻവയോൺമെന്റ് പരിസ്ഥിതിയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജെം ഫ്രീ എൻവയോൺമെന്റ്. ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് തന്നെ എന്താണ്? അണുവിമുക്തമായ ഒരു അന്തരീക്ഷമാണ് അല്ലെ. ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജെം ഫ്രീ എൻവയോൺമെന്റ്. ശ്രദ്ധിക്കുക, എന്താണ്? അണുവിമുക്തമായ അന്തരീക്ഷമാണ് എവിടെയുള്ളത്? ഓപ്പറേഷൻ തിയേറ്റേഴ്സില് ഉള്ളത് അല്ലെ. അണുക്കളുണ്ടാകും, അണുക്കളുള്ള ഒരു ജെംസ് ഉള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്? ഇല്ല, ഒരിക്കലും പാടില്ല അല്ലെ. അതെന്തായിരിക്കണം? ജെം ഫ്രീ ആയിരിക്കണം അല്ലെ. ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം, അണുവിമുക്തമായ ഒരു അന്തരീക്ഷമായിരിക്കണം എവിടെ വേണ്ടത്? നമ്മൾക്ക് ഓപ്പറേഷൻ തിയേറ്ററില് വേണ്ടത്. ഓക്കെ, ഇനി എന്തെല്ലാം പേഴ്സണൽ വെയർസ് നമ്മൾ ഉപയോഗിക്കണം? ഓൾ personnel should wear protective clothing named scrubs, as well as few covers, masks, caps, eye shields, and other covering to prevent the spread of germs. നമ്മള് ഒരു ഓപ്പറേഷൻ റൂമില്, തിയേറ്റർ റൂമിൽ ഇരിക്കുന്ന ഒരു ഡോക്ടർ ആയാലും നേഴ്സ് ആയാലും ശരി, അവർ എന്തെല്ലാം ഉപയോഗിച്ചിരിക്കണം? സ്ക്രബ് ചെയ്തിരിക്കണം. സ്ക്രബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് കണ്ടിട്ടുണ്ടാകുന്നില്ല, ഡോക്ടേഴ്സ് ഇങ്ങനെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? സ്ക്രബ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട്? സ്ക്രബ് ചെയ്യുക. ദെൻ ആസ് വെൽ ആസ് ഷൂ കവേഴ്സ്, എന്താണ് ഷൂസ് കവേഴ്സ്. പിന്നെ എന്താണ്? മാസ്കുകൾ ധരിക്കുക.
മാസ്കുകൾ ഉപയോഗിക്കണം. ക്യാപ്സ് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു പച്ച കളറിലുള്ള ഡോക്ടേഴ്സ് ഇങ്ങനെ തലയിൽ വെച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ ആലോചിച്ച് സിനിമയൊക്കെ കണ്ടിട്ടുള്ളല്ലേ, കാണാത്തവരുടെ ആരും ഉണ്ട് പറഞ്ഞത്. പിന്നെ എന്താണ് ഐഷീൽഡ്. ഐഷീൽഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഐഷീൽഡ്സുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഐഷീൽഡുകൾ ഉപയോഗിക്കുന്നത്? കണ്ണില് വെക്കുന്നവരത് കണ്ടിട്ടില്ലേ? പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നമ്മുടെ എന്താണ് ഐഷീൽഡ് എന്ന് പറഞ്ഞാല്? ഒന്നുകൂടി പറയാം. ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജംഫി എൻവയോൺമെന്റ്. ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് എന്താണ്? അണുവിമുക്തമായിട്ടുള്ളൊരു പരിസ്ഥിതി ആയിരിക്കണം, അണുവിമുക്തമായ ഒരു അന്തരീക്ഷമായിരിക്കണമെന്ന് ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്. ഓൾ പേഴ്സണൽ ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയിംഡ്. എന്താണ് പേഴ്സണൽ ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്ങിനെ പറയുന്നതാണ് എന്ത്? സ്ട്രപ്സ് എന്ന്. ശ്രദ്ധിക്കാം കേട്ടോ, തെറ്റിപ്പോയതാണ്. പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സുകളാണ് എന്താ? സ്ട്രപ്സ്. പിന്നെ അതുപോലെ എന്താ ഷൂ കവേഴ്സ്, മാസ്കുകള്, ക്യാപ്സ്, ഐ ഷീൽഡ്സ് ആൻഡ് അതർ കവറിംഗ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജെംസ്. എന്താണ് നമ്മള് മറ്റ് അണുക്കളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്തരത്തിലുള്ള പേഴ്സണൽ വെയർസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ്? ജെംസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. അണുക്കളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് ഇത്തരത്തിലുള്ള മാസ്കുകളും ക്യാപ്പുകളും ഒക്കെ ഉപയോഗിക്കുന്നതിന് കാരണം. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനസ് ആൻഡ് ദ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്? എങ്ങനെ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് ലൂമിനസ് ആയിരിക്കണം. ലൂമിനസ് എന്ന് വെച്ചാൽ എന്താണ്? തിളക്കമുള്ള റൂം അല്ലെ, തിളക്കമുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള റൂംസ് ആയിരിക്കണം ഓപ്പറേഷൻ റൂംസ് എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? കൂളായിരിക്കണം അല്ലെ, തണുത്ത താപനിലയായിരിക്കണം എവിടെ ഉണ്ടായിരിക്കേണ്ടത്? ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷൻ ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. അപ്പോ കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടീഷൻസ് ആണ് അവിടെ, എന്ത് കണ്ടീഷൻ ഫെസിലിറ്റീസ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്? എയർ കണ്ടീഷൻ ഫെസിലിറ്റീസ് അല്ലെ, AC അല്ലെ. എല്ലാ ഓപ്പറേഷൻ തിയേറ്ററുകളും ഉണ്ടായിരിക്കും AC ഉണ്ടായിരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ ടെമ്പറേച്ചർ എന്നത് കൂളാക്കി നിർത്താൻ വേണ്ടിയിട്ട് അല്ലെ. ഇൻഫെക്ഷൻ എന്തിനു വേണ്ടിയുള്ള പ്രിവെൻഷൻ ആണ് അവിടെ വരുന്നത്? ബാക്ടീരിയൽ ഫിൽട്രേഷൻ അല്ലെ. അപ്പോ എന്താണ് തണുത്ത പ്രതലത്തിലായിരിക്കണം അവിടുത്തെ ഏത് റൂം കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത്? റൂം. അതായത് ഓപ്പറേഷൻ റൂമിന് തണുത്ത ടെമ്പറേച്ചർ ആയിരിക്കണം, കൂൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം ഓപ്പറേഷൻ റൂമില് ഉണ്ടായിരിക്കേണ്ടത്. ഇനി നിങ്ങൾ പറഞ്ഞേ, എന്താണ് ഒരു OR എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാല്? ഓപ്പറേറ്റഡ് റൂംസ് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. പിന്നെ എന്തെല്ലാം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്? പറയാ, എന്തെല്ലാം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്? മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ്സ്, ഷൂ കവേഴ്സ്, ഇതെല്ലാം എന്താണ്? പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്ത്സുകളാണ് അല്ലെ. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള കണ്ടീഷൻസിലായിരിക്കണം? കൂൾ ടെമ്പറേച്ചറിലായിരിക്കണം എന്ത്? ഓപ്പറേഷൻ തിയേറ്റർ
ഉണ്ട് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ റൂം എന്ന് പറയുന്നത് കൂൾ ആയിരിക്കണം. എങ്ങനെയുള്ള റൂംസ് ആണ് അവിടെ പറയുന്നത്? ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ഓപ്പറേഷൻ റൂം ഷുഡ് ബി ലൂമിനസ് അല്ലെ, തിളക്കമുള്ളത് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള റൂം ആയിരിക്കണം എന്ത് ഓപ്പറേഷൻ റൂം എന്നത്. ഓക്കെ, ലൂമിനസിന്റെ മീനിങ് തിളക്കമുള്ളത് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ OR എൻവയോൺമെന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് OR എൻവയോൺമെന്റ്? ഓപ്പറേഷൻ തിയേറ്ററിലെ പരിതസ്ഥിതി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എയർ കണ്ടീഷണർ ആയിരിക്കും, കൂൾ ടെമ്പറേച്ചർ ആയിരിക്കും, എന്താണ് ഗ്യാസി എൻവയോൺമെന്റ് ആയിരിക്കും, ഇവിടെ എയർ കണ്ടീഷണർ ഉണ്ടായിരിക്കും, പിന്നെന്താണ് ഇവിടെ പ്രൊട്ടക്റ്റീവ് ബോക്സുകൾ ഉപയോഗിക്കുന്നതായിരിക്കും അല്ലെ, പിന്നെന്താണ് ലൂമിനൻസ് ആയിട്ടുള്ള റൂംസുകളായിരിക്കും, റൂം ആയിരിക്കും ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്നത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശബ്ദം കുറവാണോ? കുറച്ചുകൂടി വോയിസ് ഇപ്പോഴേ. ഓക്കെ, ഇപ്പോ ഈ OR എൻവയോൺമെന്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? OR എൻവയോൺമെന്റ് ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിനി OR എക്യുപ്മെന്റ്സ് ഒന്ന് നോക്കിയാലോ. എന്താണ് OR എക്യുപ്മെന്റ്സ് എന്ന്? ആ ഭാഗത്തേക്ക് പോകാമോ? OR എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേഷൻ റൂമിലെ ഉപകരണങ്ങളാണ് അല്ലെ. ഏതെല്ലാം എക്യുപ്മെന്റ്സ് ആണ് ഓപ്പറേഷൻ റൂമുകളിൽ നമ്മൾ പ്രധാനമായിട്ടും സ്പെഷ്യൽ ആയിട്ടും ഉപയോഗിക്കുന്നത് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അത്യാവശ്യമാണ് അല്ലെ. An operating room has special equipment like respiratory and cardiac support, emergency rescutative devices, patient monitors and diagnostic tools, etc. ഒരു ഓപ്പറേഷൻ റൂമില് എന്തെല്ലാം എക്യുപ്മെന്റ്സ് ആണ് വരുന്നത്? ഇതില് സ്പെഷ്യൽ എക്യുപ്മെന്റ്സിലായിട്ട് കണക്കാക്കുന്നത് ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്, എന്താണ് ശ്വസന ഹൃദയ സപ്പോർട്ടിന് നൽകുന്ന ഉപകരണം കേട്ടോ. എന്താണ് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്? എന്താണ് ശ്വസന ഹൃദയ സപ്പോർട്ട് അല്ലെ. ശ്വസനം ഹൃദയത്തിന് നൽകുന്ന സപ്പോർട്ട് ആണ് എന്ത് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് എമർജൻസി റെസ്ക്യൂട്ടേറ്റീവ് ഡിവൈസസ്. എന്താണ് എമർജൻസി റെസ്ക്യൂട്ടേറ്റീവ് ഡിവൈസസ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ലങ്സ് വികസിപ്പിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് കേട്ടോ. ലങ്സ്, അതായത് ഒരു രോഗിയുടെ കണ്ടീഷൻസ് അബോധാവസ്ഥയിലാവുകയോ അല്ലെങ്കിൽ എന്താണ് ആൾ കോൺഷ്യസ് അല്ലാതാവുന്ന സമയത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് എന്താണ് റെസ്ക്യൂട്ടേറ്റീവ് ഡിവൈസ് അഥവാ നമ്മുടെ ലങ്സ് വികസിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണം എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. അതായത് രോഗിയുടെ കണ്ടീഷൻസ് മോശമാവുന്ന രീതിയിൽ പ്രധാനമായും ആള് അബോധാവസ്ഥയിലാകുന്ന സമയത്താണ് ഈ റെസ്ക്യൂട്ടേറ്റീവ് ഡിവൈസസ് ഉപയോഗിക്കുന്നത്. അതുമൂലം എന്താണ് ലങ്സിന് വികാസം സംഭവിക്കുന്നത്. പേഷ്യന്റ് മോണിറ്റേഴ്സ്, നമ്മൾ പേഷ്യൻസുമായി കണക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളോടെ ഉണ്ടാവും അല്ലെ. ഒരു എന്താണ് ഇപ്പോൾ ന്യൂറോവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് വൈറസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ഒരു മോണിറ്റർ അതിന് മുകളിൽ തന്നെ ഉണ്ടായിരിക്കും. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ആളുടെ ബ്ലഡ് BP ലെവൽ ഉണ്ടാവും, സാച്ചുറേഷൻ ലെവൽ കാണിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് കാണിക്കുന്നുണ്ടാവും. അതുപോലെ ആ രോഗിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും കാണാൻ പറ്റും. അതേപോലെ തന്നെ ഓക്സിജന്റെ അളവ്, ഇതെല്ലാം എന്തിലായിരിക്കും കാണിക്കുന്നത്? ആ ഒരു പേഷ്യന്റ് മോണിറ്റേഴ്സിലായിരിക്കും എന്ത് കാണിക്കുന്നത്? പേഷ്യന്റ് മോണിറ്റേഴ്സിലായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത് അല്ലെ. ഡയഗ്നോസിസ് ടൂൾസ്, പിന്നെ ഈ രോഗിയെ ചികിത്സിക്കാനുള്ള ടൂൾസുകൾ എന്തിലാണ് വരുന്നത്? OR എക്യുപ്മെന്റ്സിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ OR എക്യുപ്മെന്റ്സിലെ സ്പെഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്, എമർജൻസി റെസ്ക്യൂട്ടീവ് ഡിവൈസസ്, പേഷ്യന്റ് മോണിറ്റേഴ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ്. മനസ്സിലായോ? ഈ 4 ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സിൽ വരുന്നത്.
നിങ്ങൾക്ക് മനസ്സിലായോ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണെന്ന് പറഞ്ഞേ? ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഒരു ഓപ്പറേഷൻ റൂമിൽ ഉപയോഗിക്കുന്നത്? പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? പറയാ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ്? പേഷ്യന്റ് മോണിറ്റർ, റെസിക്യൂട്ടീവ് ഡിവൈസസ്, ഡയഗ്നോസ്റ്റിക്സ് ടൂൾസുകള്, ഡയഗ്നോസ്റ്റിക്സ് ടൂൾസുകൾ എന്തൊക്കെയാ വരുന്നത്? ഡയഗ്നോസ്റ്റിക്സ് ടൂൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരും അതില്? എമർജൻസി റെസിക്യൂട്ടീവ്, എന്തൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആയിട്ട് വരുന്നത്? ഏതൊക്കെയാ പരിശോധന ടൂൾസുകൾ ഉണ്ട്? സ്റ്റെത്തസ്കോപ്പ് വരാം. പിന്നെന്താണ്? പ്രഷർ ചെക്ക് ചെയ്യുന്ന ആ മെഷീനിനെ, ഓക്കെ. ECG, BP, പിന്നെന്താണ്? പിന്നെ എന്തൊക്കെയാണ്? നമ്മുടെ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് നോക്കുന്നത്? ഇങ്ങനൊരു ഒരു സൂചി കൊണ്ട് ഇങ്ങനെ കുത്തുമല്ലേ, എന്നിട്ട് എന്താണ് ഇങ്ങനെ അടച്ചു വെക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ ഇങ്ങനെ ഇരിക്കും. അത് ചെറിയൊരു മെഷീനാണ് അല്ലെ? പൾസ് ചെക്ക് ചെയ്യുമ്പോൾ, ഓക്കെ. യൂറിൻ അനലൈസർ, അങ്ങനെ ഡയഗ്നോസിസ് ചെയ്യുന്ന പല ടൂൾസുകളും എവിടെ ഉണ്ടായിരിക്കും? ഓവർ എക്യുപ്മെന്റ്സിൽ ഉണ്ടാവുന്നില്ല കേട്ടോ. ഇൻക്യുബേറ്റർ, ഓക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ 4 പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സിൽ വരും, കാറ്റഗറിയിൽ വരുന്നു കേട്ടോ. പേഷ്യന്റ് മോണിറ്റേഴ്സ് വരുന്നു, ഡയഗ്നോസിസ് ടൂൾസ് വരുന്നു, കാർഡിയാക് സപ്പോർട്ട്, റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് വരുന്നുണ്ട്, എമർജൻസി എക്സിക്യൂട്ടീവ് ഡിവൈസസ്. ഇത്രയാണ് ഒരു OR എക്യുപ്മെന്റിൽ പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്, സ്പെഷ്യൽ ഉപകരണങ്ങൾ കേട്ടോ. ഇൻട്രൊഡക്ഷനും OR എൻവയോൺമെന്റും OR എക്യുപ്മെന്റ്സ് വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? കീഹോൾ സർജറിയുടെ ഭാഗത്തോ റോബോട്ട് സർജറിയുടെ ഭാഗത്തോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. കീഹോൾ സർജറി വ്യക്തമായില്ലേ നിങ്ങൾക്ക്? പ്ലീസ് റിപ്ലൈ. കീഹോൾ സർജറി വ്യക്തമായോ? ക്ലിയർ, ഓക്കെ. റോബോട്ട് അസിസ്റ്റഡ് സർജറി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്റർ റൂമിനെ നമ്മൾ മറ്റൊരു പേരിൽ പറയുന്നത് എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ റൂമിനെ നമ്മൾ മറ്റൊരു പേരിൽ അറിയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് റൂംസ് അല്ലെങ്കിൽ OT അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ എക്സ്പാൻഷനും ചോദിക്കാൻ എക്സാമിന് OT പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ പേഷ്യന്റ് എന്നാണ് കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പറഞ്ഞോളൂ. ഇനി എങ്ങനെയാണ് കീഹോൾ സർജറീസ് നടത്തപ്പെടുന്നത്? കീഹോൾ സർജറി എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സർജറി ആണോ? എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? നിങ്ങളത് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കി ചെറുതാക്കി എന്ന് പറഞ്ഞേ. കീഹോൾ സർജറി പ്രൊസീജിയർ എങ്ങനെയാണ്? ലാർജ് ഇന്റേണൽ ഏരിയാസ് ആണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. ഇന്റേണൽ ഓർഗൻസ് ആണ് അല്ല? എങ്ങനെയുള്ള കട്ടിങ്സ് ആണ് ഇവിടെ വരുന്നത് കീഹോൾ സർജറിയില്? സ്മോൾ ഇൻസിഷൻസ് എന്താണ്? മുറിവുകൾ കേട്ടോ. ഒന്നോ 4 മുറിവുകളായിരിക്കും എന്ത് കീഹോൾ സർജറിയില് വരുന്നത്. ഈ ഒറ്റ മുറിവിൽ കൂടിയാണോ എല്ലാ ഇൻസ്ട്രുമെന്റ്സും എല്ലാ ടെക്നിക്സും കേൾക്കുന്നത്?
എങ്ങനെയാണ് ഒരു മുറികളിലൂടെ എന്താണ് ക്യാമറാസും അതുപോലെ തന്നെ ലൈറ്റ് സോഴ്സസും കടത്തിവിടുന്നു. മറ്റേ മുറിയിലൂടെ എന്താണ് മറ്റേ മുറിയിൽ കൂടിയാണ് എന്ത് കടത്തിവിടുന്നത്? ഇൻസ്ട്രുമെന്റ്സ് കടത്തിവിട്ടതിനു ശേഷം സർജറീസ്, ഇൻസ്ട്രക്ഷൻസ് അല്ല, ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങളെ, ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ കടത്തിവിട്ടതിനു ശേഷമാണ് ശസ്ത്രക്രിയ നടത്തപ്പെടുന്നത്. ഓക്കെ, ഇത് എല്ലാ രോഗികൾക്കും ഒരേപോലെ തന്നെ ഫലപ്രദമാണോ കീഹോൾ സർജറി എന്ന് പറയുന്നത്? അല്ല, അല്ലെ? ഓരോരുത്തരുടെ ശരീരത്തിന്റെ കണ്ടീഷൻസ് അനുസരിച്ച്, ആരോഗ്യത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും ഈ സർജറി വിജയപ്രദമാക്കുന്നത്. ഇനി ശ്വാസം മുട്ടുള്ള രോഗികൾക്ക് ഈ സർജറി എന്താണ് ഫലപ്രദമാണോ? അല്ലേ? ഓക്കെ. ഇനി ഏത് തരത്തിലുള്ള രോഗികൾക്കായിരിക്കും ഇത്തരത്തിലുള്ള മുറിവുകളിലെ ഇൻഫെക്ഷൻസോ പഴുപ്പുകളോ വരാൻ ചാൻസസ് ഉള്ളത്? ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ? ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് എന്താണ് ഈ മുറിവുകളിലെ ഇൻഫെക്ഷനോ പഴുപ്പുകളോ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇനി എത്ര ദിവസമെങ്കിലും ആയിരിക്കണം ഇതിന് അഡ്മിറ്റ് ആവേണ്ടത് ഹോസ്പിറ്റലില്? ഏകദേശം 5 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ മാത്രമായിരിക്കുന്നത് ഈ കീഹോൾ സർജറിയുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരിക. പിന്നീട് ഏത് തരത്തിലുള്ള ടൈപ്സുകൾ പറഞ്ഞു തന്നു? ഏതൊക്കെ ടൈപ്സ് ഉണ്ട് കീഹോൾ സർജറി? ഏതൊക്കെ ടൈപ്പുകളാണ്? 2 ടൈപ്പിലുണ്ട് അല്ലെ? ബേസിക് ഓർ അഡ്വാൻസ്ഡ് അല്ലെ? ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി. കുട്ടികളെ കീഹോൾ സർജറിനെ തന്നെയാണ് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞത് കേട്ടോ. ചിലർക്ക് ഡൗട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ബേസിക് ലാപ്രോസ്കോപ്പി, അഡ്വാൻസ് സർജറി, പിന്നെ അഡ്വാൻസ് ലാപ്രോസ്കോപ്പി സർജറീസും വരുന്നുണ്ട്. ബേസിക്കില് ഏത് ട്രീറ്റ്മെന്റ്സ് ആണ് വരുന്നത്? ഏത് സർജറീസ് ആണ്? അപ്പൻഡിക്സിനും ഹെർണിയക്കും ഉള്ള സർജറീസ് ആണ് ബേസിക്കിൽ വരുന്നത്. അഡ്വാൻസിൽ വരുന്നത് എന്താണ്? വലിയ വലിയ അസുഖങ്ങൾക്ക്, അതായത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെയാണ് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറി വരുന്നത്. ഓക്കെ, ഇനി നമ്മളെ ഒരു OR എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? OR എൻവയോൺമെന്റ് പറയുന്നത് എന്താണ്? ഒരു OR എൻവയോൺമെന്റ് അനില ഒന്ന് പറഞ്ഞേ. അനില ജോഷി. ഇറ്റ്സ് ഫോർ ജെംസ് ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കും. പിന്നെ പേഴ്സണല് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവേഴ്സ് ധരിക്കണം. അത് സ്ക്രബേഴ്സ്, പിന്നെ ഷൂസ്, കവേഴ്സ്, മാസ്ക്, ക്യാപ്പ്, ഐ ഷീൽഡ്സ് അതായിരിക്കും യൂസ് ചെയ്യാ. അത് നമുക്ക് സ്പ്രെഡിന് അതായത് ജെംസ് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ആണ് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഓപ്പറേഷൻ റൂംസ് കൂൾ ടെമ്പറേച്ചർ ആയിരിക്കണം. പിന്നെ എയർ കണ്ടീഷണർ ആയിരിക്കണം. പിന്നെ ലുമിനേഴ്സ് ആയിട്ടുള്ള റൂം ആയിരിക്കണം. വെരി ഗുഡ്. ഇനി ഏതെല്ലാമാണ് OR എക്യുപ്മെന്റ്സിൽ വരുന്നത്? വേറൊരാളൊന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് OR എക്യുപ്മെന്റ്സിൽ വരുന്നത്? ഒരെണ്ണം പറഞ്ഞാൽ മതി കേട്ടോ, എല്ലാവരും പറയണം. ഒരാൾ പറഞ്ഞേ ഒരു സപ്പോർട്ട്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആൾ പറഞ്ഞേ. ജിക്ഷ. പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞു കേട്ടോ. ഡയഗ്നോസ്റ്റിക് ടൂൾസ്. എമർജൻസി റീസസിറ്റീവ് ഡിവൈസസ്. പിന്നെന്തൊക്കെയാണ്? പേഷ്യന്റ് മോണിറ്റേഴ്സ്. ഡയഗ്നോസ്റ്റിക് ടൂൾസ്. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് എടുത്തത് ക്ലിയർ അല്ലേ? അപ്പൊ അത് നന്നായിട്ട് ഇൻട്രൊഡക്ഷനും OR എൻവയോൺമെന്റും OR എക്യുപ്മെന്റ്സും തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് വരാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ മാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.
Thank you, ma'am. Thank you, ma'am.